തെർമോമീറ്റർ നമ്മുടെ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. തെർമോമീറ്റർ നമ്മൾ മെഷർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഷ്യസ്, ഫാരൻഹൈറ്റ് ആൻഡ് കെൽവിൻ ആണ്. സെൽഷ്യസ് ഫാരൻഹൈറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ കെൽവിൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഒരു സിസ്റ്റമാണ്. ഓക്കെ, അത് ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്. ആൻഡ് ഇതിൻ്റെ ജസ്റ്റ് ഡിഫറൻസ് എന്ന് വെച്ചാൽ കെൽവിൻ്റെ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും, പക്ഷേ എങ്കിൽ സെൽഷ്യസിലെ ഫാരൻഹൈറ്റിൻ്റെയും ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, ഇത് വേരിയസ് ഫീൽഡ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. മെഡിസിൻ്റെ, മീറ്ററോളജി ആൻഡ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹോസ്പിറ്റൽസിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാമായിട്ടുള്ള യൂസ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മുടെ പണി ആക്കാനായിട്ട് യൂസ് ചെയ്യാൻ നമുക്കറിയാം. Traditional thermometers works on thermal expansion, and modern ones use digital sensors for faster and safe readings. ട്രഡീഷണൽ തെർമോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചിലേക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മൾ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നതിനകത്ത് മെർക്കുറി പോകുന്നത് നമ്മൾ കാണിക്കും. അതാണ് ട്രഡീഷണൽ. അതിനകത്ത് നമ്മുടെ ചൂട്, ഓക്കെ, നമ്മൾ ചൂട് എത്രയാണോ അതിനനുസരിച്ച് അത് എക്സ്പാൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചൂട് എത്രയെന്ന് അറിയുന്നത്. പക്ഷേ മോഡേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ സെൻസേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. മെർക്കുറി എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് മെർക്കുറി എടുത്ത്. ഡിജിറ്റൽ ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ കാണില്ല, അതാണ് ഇപ്പോൾ പോകുമ്പോൾ കാണുന്ന ഡിജിറ്റൽ. ഇൻഫ്രാറെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മൾ ഈ മാളിലും കടകളിലും ഒക്കെ പോകുമ്പോൾ നെറ്റ് വെച്ച് നോക്കി, അതാണ്. പിന്നെ ആൽക്കഹോൾ വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെതർ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. വർക്കിംഗ് മെക്കാനിസം തെർമൽ എക്സ്പാൻഷൻ ആൻഡ് ഇലക്ട്രോണിക് സെൻസേഴ്സ്. തെർമൽ എക്സ്പാൻഷൻ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചൂട് അതിനനുസരിച്ച് അത് എക്സ്പാൻഡ് ചെയ്യുന്നു. പിന്നെ ആപ്ലിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കെയറിലും പിന്നെ വെതർ ഫോർകാസ്റ്റിംഗ്, കുക്കിംഗ്. ഹെൽത്ത് കെയറിൽ നമുക്കറിയാം വെതർ ഫോർകാസ്റ്റിംഗിൽ വെച്ചാൽ നമ്മുടെ ചൂട് എത്രമാറ് ദിവസം പറയത്തില്ല, ഇത്ര താപനില കാണും അത്. പിന്നെ കുക്കിങ്ങിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫാസ്റ്റ് ഫുഡ് ഇൻഡസ്ട്രീസിലൊക്കെ ആണെങ്കിൽ ഒരു കുക്കിങ്ങിൻ്റെ ഓയിലിൻ്റെ ടെമ്പറേച്ചർ ഇത്ര ആയിരിക്കണം, അങ്ങനെ ഒരു ഇതുണ്ടാവും, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ മോഡേൺ ടെക്നോളജി, ഡിജിറ്റൽ ആൻഡ് ഇലക്ട്രോണിക് മോഡൽസ് പ്രൊവൈഡ് ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ടുണ്ട് അത് മനസ്സിലാവുന്നുണ്ട്. ഫാരൻഹൈറ്റ്, സെൽഷ്യസ്, കെൽവിൻ